ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു കടച്ചക്ക വറുത്തരച്ച കറി ഉണ്ടാക്കാം. കടച്ചക്ക നേരത്തെ എൻ്റെ ചാനലിൽ തന്നെ കടച്ചക്ക തോരൻ വെച്ചിട്ടുണ്ട്. കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക. ഇന്ന് കടച്ചക്ക നമുക്ക് വറുത്തരച്ച കറി നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചിക്കറി തോറ്റു അതുപോലെയാണ് ഈ കടച്ചക്ക വെച്ചിട്ടുള്ള ഈ വറുത്തരച്ച കറി. കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക രണ്ട് പേരിലും അറിയപ്പെടും കേട്ടോ. അപ്പം നമുക്ക് ഒരു വലിയൊരു ശീമച്ചക്ക അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു. ഒരു അരമുറി തക്കാളി, പുളിക്ക് പകരം തക്കാളിയാണ് ചേർക്കുന്നത്. ചിലവർ ഈ പിഴിപുളി ചേർക്കും, പക്ഷേ തക്കാളിയാണ് ഇച്ചിരി ടേസ്റ്റും നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ അരപ്പ് വേണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഒരു അരമുറി തേങ്ങ 1 മുറി തേങ്ങ ചേർക്കാം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഇഷ്ടംപോലെ ചേർക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തു. പിന്നെ ഞാൻ എടുത്തെന്ന് പറയൂ ഒരു 1/2 ടീസ്പൂൺ എന്താ പറയുക പെരിഞ്ജീരകം. പിന്നെ എടുത്തത് ഒരു 10-20 ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത് നമുക്ക് ഈ നന്നായിട്ട് പിന്നെ ഗോൾഡൻ കളറിൽ ഈ ചെറിയ ഉള്ളി ഒരു 2ആയിട്ട് കീറിയിടണം കേട്ടോ. ഇങ്ങനെ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തതുള്ളൂ. 2ആയിട്ട് 3ആയിട്ട് കീറിയിട്ടിട്ട് വേണം. പിന്നെ ചെറിയ ഉള്ളി ഇതിൻ്റെ പകുതി വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് വറുത്താൽ മതി. പകുതി നമുക്ക് ഈ കടച്ചക്കകത്ത് വേണമെങ്കിൽ വേവിക്കാം. അപ്പം ഈ ചെറിയ ഉള്ളിയും ആദ്യം നമ്മൾ ഈ തേങ്ങയും പെരിഞ്ജീരകവും ഈ കറിവേപ്പിലയും കൂടെ 1 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് വറക്കണം. തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറക്കാനൊക്കെ അതിനകത്ത് പരുവെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. അപ്പം തേങ്ങ നല്ലതുപോലെ വറക്കണം. വറുത്തിട്ട് മൂപ്പാകുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് മസാലകൾ എന്തൊക്കെ ഇടുന്നതെന്ന് അറിയാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇത്രയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കടച്ചക്ക കറി വയ്ക്കാൻ വേണ്ടത്. നമുക്ക് ചെയ്യാം. ഓക്കേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് ഒട്ടും അടുക്കി പിടിക്കാതെ മൂത്ത് നല്ല ആദ്യം പെരിഞ്ജീരകം ഇട്ട് ചെറിയ 1 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് പിന്നെ ഈ ഉള്ളിയും തേങ്ങയും കൂടെ ഒക്കെ നല്ലപോലെ മൂപ്പിച്ച്. തേങ്ങ പെട്ടെന്ന് മൂക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാമേ. തേങ്ങ ഈ ഗ്രൈൻഡിങ് മിക്സിയില്ലേ, നമ്മൾ തേങ്ങ തിരുമ്മിയിട്ട് ആ ഗ്രൈൻഡിങ് മിക്സി ചെയ്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തേങ്ങ മൂത്ത് വരും. അപ്പോൾ തേങ്ങ എല്ലാം നല്ലതുപോലെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ മസാലപ്പൊടികൾ ഇപ്പോഴേ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഗ്യാസ് സിമ്മിലിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യണം, അല്ലെങ്കിൽ പൊടി മൂത്ത് പോകും. അപ്പം ഞാനിതിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്ക് വന്നേ. അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ മൂത്ത് വരും. ഈ പച്ചമണം നല്ലതുപോലെ മാറുന്ന വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പച്ചമണം മാറിക്കഴിഞ്ഞാലേ അതിൻ്റെ ആ കറിക്ക് രുചി വരത്തുള്ളൂ. ഇപ്പോൾ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ആ പച്ചമണമൊക്കെ മല്ലിപ്പൊടിയുടെയൊക്കെ നല്ല മണം, ഗരം മസാലയുടെയും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പം നല്ല മൂത്ത് ഇത് നമുക്ക് മിക്സിക്കകത്ത് ആദ്യം പൊടിച്ചിട്ട് പിന്നെ നമുക്ക് അരയ്ക്കാം. ആദ്യം ഗ്രൈൻഡിങ് മിക്സിക്കകത്ത് അടിച്ച് പൊടിച്ചിട്ട് വേണം നല്ലതുപോലെ അരയ്ക്കാൻ. ഇത്രയും ഇത് അരച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ച ചക്കയില്ല, ഇത് ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചത്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ഈ ചക്കയും ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഈ മിശ്രിതത്തിനകത്ത് നമ്മൾ അടുപ്പേ വയ്ക്കുന്ന പാത്രത്തിനകത്തോട്ട് ഈ അരപ്പിൻ്റെ ഒരു പകുതി, ഒരു 1/4 ഭാഗം അതും എടുത്തിട്ട് മിക്സി കഴിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നല്ലതുപോലെ അരപ്പ് ഭസ്മം പോലെ അരച്ച് കണ്ടോ. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. അത് ഈ എന്താ പറയുന്നത്, പണ്ട് അമ്മച്ചിമാരൊക്കെ ഈ എന്താ പറയുന്നത്, ഈ അരകല്ലിൽ വെച്ച് നന്നായിട്ട് എണ്ണ തെളിയുന്നവർ അരയ്ക്കുമല്ലോ. ആ അരപ്പിലാണ് ശരിക്കും ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സിക്കകത്ത് ആദ്യം പൊടിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം തൊട്ട് അരച്ച്, അപ്പോൾ ഇതുപോലെ ഇരിക്കണം, നല്ല കുറുകുറാന്ന് നല്ല പേസ്റ്റായിട്ട്. അപ്പോൾ ഈ അരപ്പ്
നമ്മൾ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ മേലെടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കയും ഒരു അരമുറി തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളക് കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വെക്കുന്ന പാനിനകത്തോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് ഈ വേറെ വെള്ളം ഒഴിക്കാതെ ഈ അരച്ച മിക്സി നന്നായിട്ട് കഴുകിയ വെള്ളം ഒഴിക്കണം. അതാണ് ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആ അരപ്പിൻ്റെ അംശവും വരും. വേറെ വെള്ളം ആഡ് ചെയ്യാതെ ഈ വെള്ളം തന്നെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്താണ് ഈ അരപ്പ് അരച്ചേക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന്, ഞാൻ ഉപ്പ് പറയാത്തത് ഓരോരുത്തർക്ക് ഉപ്പിൻ്റെ ഏറ്റക്കുറച്ചിൽ കാണും. ഞാൻ ഇവിടെ ഉപ്പ് കുറച്ച സാധനം ഇടുന്നത്. അപ്പോൾ ചിലവർക്ക് പ്രഷറുള്ളവർക്കും അല്ല രോഗികളൊക്കെ കാണുമല്ലോ വീടുകളിൽ. അപ്പോൾ ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഇട്ടേക്കണം. അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യം മാത്രം ഞാൻ പറയത്തില്ല. അപ്പോൾ ഇത് നമ്മൾ അരപ്പിനകത്ത് ഉപ്പ് ചേർത്താണ് അരച്ചത്. അപ്പോൾ നമ്മൾ ഈ മിക്സി കഴിയ വെള്ളം നന്നായിട്ട് ഇതിനകത്ത് ഒഴിച്ച്, വേറെ പച്ചവെള്ളം ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് ഒഴിക്കുക. പിന്നെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരപ്പിൽ നിന്ന് ഒരു 2 തവി അരപ്പ് ഇങ്ങോട്ട് ഒഴിക്കണം. കണ്ടോ, ഇത്രയും മതി. ഇത് നമ്മൾ നല്ലതുപോലെ വേവിക്കണം അടച്ച് വെച്ചിട്ട്. അപ്പോൾ അരപ്പ് അരച്ചതിൻ്റെ ഒരു 2 തവി അരപ്പ് ഒഴിച്ച് നമ്മൾ മിക്സി കഴിയ വെള്ളവും ഒഴിച്ചു. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വേവിക്കണം. വേവിച്ച് ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ബാക്കി അരപ്പൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. ഓക്കെ, ഇനി ബാക്കി അരപ്പൂടെ കാണിച്ചേക്കാമേ. ഇതാണ് ഇനി ബാക്കി അരപ്പ്. നമുക്ക് നല്ലതുപോലെ ഇത് ഒരു 3/4 വേവായിട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിക്കാം. അപ്പോൾ ഈ അരപ്പിൽ കിടന്നത് വെന്തോളും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അരപ്പ് നല്ലതുപോലെ പിടിച്ച് വെന്ത് ഞാനിപ്പോൾ എടുത്ത് ഇത് കാണിക്കാൻ വേണ്ടി എടുക്കണ്ട. ഇങ്ങനെ കാണാം. ഈ അരപ്പ് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത്, നല്ല ചൂടാണേ, ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരണം. ഈ സമയത്ത് വേണം നമ്മൾ മാറ്റി വെച്ച അരപ്പ് അതിനകത്തോട്ട് ഒഴിക്കാം. ഇപ്പോൾ ആദ്യത്തെ അരപ്പുകൾ നല്ലപോലെ വെന്ത് ഈ എന്താ പറയുന്നത് ഗ്രേവിക്കകത്ത് ഇത് നല്ലതുപോലെ അങ്ങ് വെന്ത് അതങ്ങ് നല്ല ടേസ്റ്റായി. അപ്പോൾ നമ്മൾ വെറും വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും നല്ല. അപ്പോൾ ബാക്കി അരപ്പൂടെ നമുക്ക് എന്താ ആഡ് ചെയ്യാം. നമുക്ക് ഇച്ചിരൂടെ വെള്ളം ചേർക്കാം. എന്ന് വെച്ചാൽ ഇത് കുറുകിയിരിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ബാക്കി അരപ്പൂടെ ഒഴിക്കാം. ബാക്കി വെള്ളമെല്ലാം ആഡ് ചെയ്ത് പിന്നെ എല്ലാം നമ്മുടെ പാകത്തിനുള്ള ഗ്രേവിയായി. ഇത് ജസ്റ്റ് ഞാനൊന്ന് ഒന്ന് തിള വരുന്നവരെ അടുപ്പിൽ വെച്ചോളേ. അപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത്, കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ അരപ്പിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ നല്ല പാകത്തിനിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. ഇവിടെ ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഇത് കടുക് കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പിന്നെ ഈ ഒരു വറ്റൽമുളകും പിന്നെ എന്താ പറയുന്നത് കറിവേപ്പിലയും 2 ചെറിയ ഉള്ളി കടുക് ചൂടിനകത്ത് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതിശോക്തി പറയുമല്ല, ഈ കടച്ചക്ക തോരനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ കടച്ചക്ക കറി. ഭയങ്കര ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ഇറച്ചിക്കറി തോറ്റും അതുപോലെ. അതിൻ്റെ ഒട്ടും അരപ്പ് കളയേണ്ടതാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാറ്റി വെള്ളം ആഡ് ചെയ്തേ എടുക്കുക, അല്ലാതെ എടുക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ കടച്ചക്ക കറി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, കടച്ചക്ക വറുത്തരച്ച കറി. ഇത് കണ്ടാൽ തന്നെ എന്തോ ഒരു ഭംഗിയാണ്, കഴിക്കാൻ അതിലും ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ആയാലും ഇന്ന് തന്നെ പോയി കടച്ചക്ക വാങ്ങിച്ച്, ഞാൻ പറഞ്ഞ തോരനേക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ കടച്ചക്ക വറുത്തരച്ച കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ പിന്നെ അതുപോലെ തന്നെ ഈ വെജിറ്റബിൾക്കാരുടെ ഇറച്ചിക്കറി, ഈ നോയമ്പ് സമയത്തൊക്കെ നമുക്ക് ഇറച്ചി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇങ്ങനെ ഈ രീതി ഉണ്ടാക്കിയാൽ നമുക്ക് പച്ചക്കറിയും കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇറച്ചി കറിച്ചിരുന്നുള്ള വിഷമവും വേണ്ട.
അപ്പോൾ പലതരം ഉപയോഗങ്ങളാണ് പാവങ്ങളുടെ ഇറച്ചിക്കറി എന്നും പേര് പറയുന്നതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് പറയണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആണ്. ഓക്കെ, താങ്ക് യു.